സജീവൻ ആന്റണി, ഇവിടെ അമേരിക്കയുടെ പിന്തുണ വളരെ ശ്രദ്ധേയമാണ്. നമുക്കറിയാം ഇറാനിൽ അമേരിക്കയുടെ സാന്നിധ്യം, അമേരിക്ക എത്രത്തോളം ജാഗ്രതയോടുകൂടിയാണ് ആ വിഷയത്തിൽ ഇടപെടുന്നത് എന്നുള്ളത്. ഏറ്റവും ഒടുവിൽ അമേരിക്ക തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, ഇറാൻ അനുഭവിക്കും എന്നുള്ള കാര്യം. UN-ഉം മുന്നറിയിപ്പ് നൽകിയ പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വായിക്കണം. അമേരിക്ക അതിന് പ്രതിരോധമായി ചില കാര്യങ്ങൾ കൂടി ചെയ്തു വെച്ചതുകൂടി ഇതിനോട് ചേർത്ത് വെക്കേണ്ടതുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇറാൻ ചെയ്തത് ഒരു ഡസനോളം ഇന്റർസെപ്റ്ററുകളാണ് അമേരിക്ക ഇറാനിലേക്ക് അയച്ചത് എന്നുള്ളതാണ്. അമേരിക്കയുടെ 2 യുദ്ധക്കപ്പലുകളിൽ നിന്ന് 1 ഡസൻ ഇന്റർസെപ്റ്ററുകൾ തൊടുത്തതായി പെന്റഗൺ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ അമേരിക്കയുടെ വലിയ പിന്തുണ ഇസ്രായേലിന് ലഭിക്കുന്നത് ചെറിയ സഹായമല്ല. അത് പെന്റഗൺ വക്താവ് മേജർ ജനറൽ പാട്രിക് റൈഡർ അറിയിച്ചിരിക്കുന്നത് ഇറാൻ അനുഭവിക്കേണ്ടി വരും. ഇറാൻ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി. അപ്പോൾ ഇറാന്റെ പിന്തുണയോടുകൂടി വരും മണിക്കൂറുകളിൽ ഇറാനിലേക്കുള്ള അറ്റാക്കിന് തന്നെയാകും സ്വാഭാവികമായും ഇസ്രായേൽ തയ്യാറെടുക്കുന്നത്. സജീവൻ ആന്റണി, തീർച്ചയായിട്ടും 2 കാര്യങ്ങളാണ് ഇപ്പൊ ഈ ഒരു സമയത്തിൽ എന്റെ ഓർമ്മയിലേക്ക് പെട്ടെന്ന് വരുന്നത്. ഒന്ന്, ഇറാന്റെ റെസ്പോൺസ് കഴിഞ്ഞു. ഇന്നലെ പറഞ്ഞത് ഞങ്ങൾ വളരെ ശക്തമായ രീതിയിൽ കൊടുക്കേണ്ട രീതിയിൽ മറുപടി കൊടുത്തിരിക്കും എന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് സെന്റൻസ് പറഞ്ഞ് അഗ്രഷൻ കാണിച്ചു. അതിനുശേഷം അവർ 200-300 ബാലിസ്റ്റിക് മിസൈലുകൾ വിട്ടു. അതിനുശേഷം ഇപ്പം അവരുടെ ഇറാനിയൻ വക്താവ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ചെയ്യാനുള്ളത് ഞങ്ങൾ ചെയ്തു എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു ഞങ്ങൾ ചെയ്യാനുള്ളത് ഞങ്ങൾ ചെയ്തു, ഞങ്ങൾ തീർത്തു, അല്ല നിർത്തുകയാണ് എന്നല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് വലുതിനി വരാനിരിക്കുന്നു എന്നുള്ള ഒരു ടോണാണ് എടുത്തിരിക്കുന്നത്. വിച്ച് മീൻസ് ഇവിടെ നിന്നുള്ള ഒരു ആന്റിസിപ്പേഷനാണ്. പലരും ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഡൗട്ട് അടിക്കുന്നത് ഇറാന്റെ ന്യൂക്ലിയർ കേപ്പബിലിറ്റിയെ ഇസ്രായേൽ ഈ ഒരു സമയത്ത് തകർക്കാനുള്ള ഒരു സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്. കാരണം ഈ മറ്റ് രാജ്യങ്ങളും അയൽപക്കത്ത് ആ ഏരിയയിലുള്ള എല്ലാവരും ഭയക്കുന്ന ഇറാന്റെ ന്യൂക്ലിയർ പവറാണ്. അമേരിക്കയിലെ ഈ ഇലക്ഷന്റെ ഡിബേറ്റിനകത്തും ഇറാന്റെ ന്യൂക്ലിയർ പവറിനെ പറ്റിയുള്ള ഡിബേറ്റ് കഴിഞ്ഞ ഒരു 2-3 സീസണിൽ മീൻസ് 2-3 പൊളിറ്റിക്കൽ ഇലക്ഷനിലെ ഒരു ഹോട്ട് ടോപ്പിക് ആയിരുന്നു. 2 പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യുന്നു, നിങ്ങളുടെ കാലത്താണ് അവർക്ക് കേപ്പബിലിറ്റി കൂടിയത്, അങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അപ്പം മേ ബി ഇസ്രായേൽ ഈസ് ടാർഗറ്റിംഗ് ഇറാന്റെ ന്യൂക്ലിയർ കേപ്പബിലിറ്റിയെ തകർക്കുക എന്നുള്ളതായിരിക്കും. അല്ലെങ്കിൽ ഇത് പറഞ്ഞ മുമ്പേ കഴിഞ്ഞ ആഴ്ചയൊക്കെ ചെയ്ത പണക്ക് തന്നെ വളരെ സ്പെസിഫിക് ആയിട്ട് വളരെ ടാർഗറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും മിലിറ്ററി സെന്റേഴ്സ് മേ ബി അവർ അറ്റാക്ക് ചെയ്യുന്ന ഒരു പോസിബിലിറ്റി ആണ് ഇവിടെ നിന്ന് കാണുന്നത്. അല്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആ ടോൺ കണ്ടു കഴിയുമ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഈ വേറൊരു കാര്യം കൂടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് ഇപ്പൊ ഇതാണ്. ഈ സാധാരണഗതിയിൽ മേ ബി ഐ തിങ്ക് എന്റെ അറിവ് ശരിയാണെങ്കിൽ ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ വരുമ്പോൾ ചില സമയത്ത് ഇൻഫർമേഷൻ പാസ് ചെയ്യാറുണ്ട്. ഞങ്ങൾ ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു ഹിന്റ് കൊടുക്കാറുണ്ട്. ഈ ഒരു ഇറാന്റെ അറ്റാക്കിൽ 200 അല്ലെങ്കിൽ 300ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ പോയിട്ടും അമേരിക്കയെ പോലും ഒരു സൂചനയും അവര് കൊടുത്തില്ല. എന്നാൽ അതിന് മിനിറ്റുകൾക്ക് മുമ്പേ അമേരിക്കയുടെ ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഇത് വരാൻ പോവുകയാണ് എന്ന് അവർ കണ്ടുപിടിക്കുകയും അതോടൊപ്പം ആ ഒരു ഇൻഫർമേഷൻ ഇസ്രായേൽ ഷെയർ ചെയ്യുകയും ഇസ്രായേലും അമേരിക്കയും ഒരുപോലെ പ്രിപ്പയർഡുമായിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ് ഈ ഒരു ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരു ആളവായ ഉണ്ടാകാതിരുന്നത്. രണ്ടാമത്തേത് 2023 ഒക്ടോബർ 7-ാം തീയതി ആ ഹമാസ് അന്ന് ആ ഒരു സഡൻ സ്ട്രൈക്ക് നടത്തിയപ്പം ഏകദേശം 1000-കണക്കിന് മിസൈലുകളാണ് അങ്ങോട്ട് വന്നത്. അപ്പൊ അയൺ ഡെഫിഷ്യൻസിയുടെ കാൽക്കുലേറ്ററും അത് എന്തുമാത്രം ഇഫക്റ്റീവ് ആണെന്നുള്ളതൊക്കെ വളരെയധികം ചർച്ചയിലാകുകയും അന്നേരത്തെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് ഏകദേശം 90 അല്ലെങ്കിൽ 95% എഫിഷ്യൻസി, വിച്ച് മീൻസ് 100 മിസൈൽ വന്നാൽ 95 അത് പിടിച്ചെടുക്കും അല്ലെങ്കിൽ ന്യൂട്രലൈസ് ആക്കും, 5 എണ്ണം താഴേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെ പ്രോബബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം ഈ ടെക്നോളജി അവർ ഒന്നും കൂടെ റീവാം ചെയ്യുകയും അതിനുശേഷം ഇങ്ങനെയുള്ള ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അതിനെയും മറികടക്കാനുള്ള കാര്യങ്ങൾ ഇസ്രായേലും അമേരിക്കയും ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതുകൂടെയാണ് എനിക്ക് ഇവിടുന്ന് തോന്നുന്നത്. കാരണം ഇത്രയും ശക്തമായ ബാലിസ്റ്റിക് മിസൈലുകൾ വന്നിട്ടും വലിയ കാര്യമായിട്ടുള്ള ആളപായമൊന്നും ഇല്ലാതെ ഏതോ ഒരു എയർപോർട്ടിലേക്ക് മാത്രമേ ഒന്ന് വീണിട്ടുള്ളൂ എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് വരുന്നത്. അല്ലെങ്കിൽ ഇറാന് മിസൈൽ വിടാൻ അറിയാമല്ല, അല്ലെങ്കിൽ അവരത് they are just firing, randomly വെറുതെ പടക്കം പൊട്ടിക്കുന്നു അല്ലെങ്കിൽ പൊട്ടിച്ച് വിടുകയാണ് എന്നുള്ളതാണ് ഇവിടുന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു ടോണ് ഇപ്പൊ ഇവിടെ അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷന്റെ വൈസ് പ്രസിഡന്റ് ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് തന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്തു. JD വാൻസ് പറഞ്ഞത് റിപ്പബ്ലിക്കൻ പാർട്ടിയെ പ്രതിനിധീകരിച്ച് ഈ ഒരു ഭരണകൂടം കമലാ ഹാരിസ് അല്ലെങ്കിൽ ജോ ബൈഡന്റെ ഭരണകൂടം പരാജയപ്പെട്ടു, അതുകൊണ്ടാണ് ഇറാൻ ഇങ്ങോട്ട് അടിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നാൽ അതേപോലെ തന്നെ മറുപക്ഷത്തിന് മറുപടി പറഞ്ഞത്
പരാജയപ്പെട്ടിട്ടില്ല, ഞങ്ങൾ മുഴുവൻ തകർത്തെടുത്തു, അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു രീതിയിലാണ് ഇവിടെയുള്ള ഒരു വ്യാഖ്യാനം വരുന്നത് ഇവിടെ. അത് അങ്ങനെയുണ്ടല്ലേ. അമേരിക്കയിലെ ഇലക്ഷനാണ്, നമുക്കറിയാം, ഡിസംബറിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. അവിടെ ഇത്തരം ചില ആരോപണ പ്രത്യാരോപണങ്ങൾ പക്ഷവും തമ്മിൽ ഉണ്ടാകുന്ന പശ്ചാത്തലം കൂടി പ്രധാനമാണ്. ശ്രീ ഡിന്നി, ഇവിടെ നമ്മൾ കാണേണ്ടത് ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനത്തിൻ്റെ മേന്മ കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഇത്രയധികം മിസൈലുകൾ ഇപ്പോൾ ഇസ്രായേലിലൊക്കെയുള്ള നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, എൻ്റെ കൂടെ പഠിച്ച ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ നമ്മൾ ഇന്നലെ രാത്രി തന്നെ പറഞ്ഞിരുന്നു, ഒരു മുന്നറിയിപ്പുണ്ട്, ഇസ്രായേലിൻ്റെ മിസൈലുകൾ വരുന്നു എന്ന് പറഞ്ഞ് അറ്റാക്ക് ഉണ്ടാകും, ബങ്കറുകളിലേക്ക് മറ്റും മാറണം. അങ്ങനെ എപ്പോഴും ബങ്കറുകളിലും എപ്പോഴും ഇത്തരം സ്ഥലങ്ങളിലുമൊക്കെ ഏത് നിമിഷവും മാറാൻ തയ്യാറെടുത്ത് ജീവിക്കുന്ന ഒരു ജനത കൂടിയാണ്. അവരുടെ സഹനശക്തി കൂടിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് ചുറ്റും ശത്രുക്കളാണ്. ഈ ചുറ്റുമുള്ള ശത്രുക്കളെ പ്രതിരോധിക്കുക എന്നുള്ളതിന് ലോകത്ത് തന്നെ ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനം ഏർപ്പെടുത്തി കാത്തിരിക്കുന്ന ഒരു രാജ്യം. ചെറിയ രാജ്യമാണ് നമുക്കറിയാം, പക്ഷെ അതിൻ്റെ ഇറാനെ പോലെ, ഈ പറഞ്ഞ പോലെ ലെബനനെ പോലെ ചുറ്റുപാടുമുള്ള ശത്രുക്കളെ നേരിടുക എന്നുള്ളതിനെ ഏത് രീതിയിൽ അവർ കൊണ്ടുപോകുന്നു എന്നുള്ളത് ഇപ്പോൾ അമേരിക്കൻ പിന്തുണ കൂടി ഇതിനോട് ചേർത്ത് വെക്കണമെങ്കിൽ പോലും ആ രാജ്യം സഫർ ചെയ്യുന്ന, ആ രാജ്യവുമായി ബന്ധപ്പെട്ട അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന കാര്യങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടി വരും.